ശ്രീരാമലിംഗം മുതലിയാർ, മീനാക്ഷി സിൽക്ക്, മീനാക്ഷി ബംഗ്ലാവ്, കാഞ്ചിപുരം. കേരളാവിന്ന് ഫോൺ വന്നിരുന്നു. 30-ാം തീയതിക്കുള്ള സാമൂതിരിയെ പറ്റി 200 എണ്ണം തീർത്തേക്കണം. ഡബിൾ സൈഡ് ബ്രോങ്കറ്റ്സ് 100 എണ്ണം. ശരി അമ്മ. മുതലേറിയ വന്നിട്ടാங்க. ദേവരാജ, ഡിക്കിൽ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട്, അത് സൂക്ഷിച്ചെടുത്തകത്തേക്ക് കൊണ്ടുപോവാ. ശരിങ്കയ്യ. ഏമാനിക്കറേടാ. കോവില് തിരക്കധികം ഉണ്ടായിരുന്നോ? 1 കിലോമീറ്റർ നീളത്തിലായിരുന്ന ക്യൂ, ഒരേ കൂട്ടം. പിന്നെ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് കണ്ടു. അതെ, വിശ്വംഭരയരെ കണ്ടതുകൊണ്ട് വടക്കേ നടയിലൂടെ കയറി കണ്ണു നിറച്ച് കണ്ടതുള്ളൂ. വഴിപാടും കഴിച്ചു. ഇതാ പ്രസാദം. അത്തേന്ന് വീരമണി നെയ്യാൻ വന്നിട്ടുണ്ടോ? മീനാക്ഷിക്കുള്ള ഷോള് തുന്നിക്കഴിഞ്ഞെന്ന് അറിയാനായിരിക്കും. അത്ത കണ്ടോ? അതെങ്ങനെ ആരും കാണിക്കണ്ടെന്നല്ലേ നീ പറഞ്ഞിരിക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. கடவுள் கிட்ட மரதக என்ன கேட்டான்னு தெரியுமா? என்ன கேட்டே? அது மட்டும் சொல்ல மாட்டேன். ஏய் சொல்லண்டி. അവൾക്ക് ഫിലിം സ്റ്റാർ ശരത് കുമാർ മാതിരി ഒരു ഭർത്താവിനെ വേണമെന്ന്. നില്ലടി, ശരത് കുമാറാ? ചിന്ന പൊണ്ണ്, ആസയോ പെരിസ് ഉണ്ണമാരുതാണ്ടി. ഏകാംബര കോയില് മാത്രമേ പോയുള്ളൂ? അല്ല, കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലും തൊഴുതു. முருகன் கோயில கூட கும்பிட்டு போலான்னு சொன்னேன். யாரு கேக்குறாங்க? സുബ്രഹ്മണ്യനിക്കും 2 പൊണ്ടാട്ടി, ഏകാംബരത്തിനും 2 പൊണ്ടാട്ടി. ആരെങ്കിലും ഒരാളെ തൊഴിലാ പോലെ. ഏകാംബരൻ എങ്ങനെ 2 ഭാര്യമാര്? പാർവതി മാത്ര ഭാര്യ. அப்ப எங்க பொண்டாட்டி இல்லையா? ജടയ്ക്കുള്ളിരിക്കുന്ന കള്ളക്കാതിലി എങ്ങനെ പൊണ്ടാട്ടി ആവൂടി? யாரு കള്ളക്കാതിലി? ശിവന്റെ സുബ്രഹ്മണ്യന്റെ പെണ്ടാട്ടിമാരുടെ പേര് പറഞ്ഞ് അടി ഉണ്ടാക്കരുത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പോരേണ്ട വീട്ടിലേക്ക്. ഇതാ പറയുന്നത്, 2 തല തമ്മിൽ ചേരും. പക്ഷെ ഞാനൊരു പഴഞ്ചൊല്ലു പറയാൻ തുടങ്ങിയതാ. പഴഞ്ചൊല്ലൊക്കെ പിന്നെ പോയാലും എന്തായി? മാനേജർ കോശയും കൂട്ടി പോയി എല്ലാം പറഞ്ഞ് ശരിയാക്കി. നിശ്ചയത്തിന് മുമ്പേ അവരിങ്ങ് എത്തുന്നാ പറഞ്ഞത്. ബംഗ്ലാവും റോഡും മണ്ഡപവും ഒക്കെ കണ്ടിട്ട് വേണമല്ലോ ഡിസൈൻ ചെയ്യാൻ. പുലികളിയുടെ കാര്യം ഏർപ്പാടാക്കിയോ? അയാളുടെ നമ്പറും കൊടുത്തു. അവര് വിളിക്കും. എന്തിന്? എന്നെ കൊണ്ട് പുലി വിളിക്കാനോ? അതല്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിലോ. എന്തായാലും ഒരു വരട്ടെ. അതിനു മുമ്പ് പൊലകുളിയുടെ കാര്യം ഏർപ്പാടാക്കണം. പൊലകുളിയോ? ആരുടെ? അല്ല, പുലികളി. നീ പൊക്കോ. അവനോടാ പോവാൻ പറഞ്ഞേ. കാഞ്ചിനാഥാ, ഇത് തുറക്ക്. എന്താണ് അതൊക്കെ ഉണ്ട്, നീ നോക്കിക്കോ. എന്തൊരു തറവാടിത്തം, എന്തൊരു ഐശ്വര്യം. ഇതെങ്ങനുണ്ട്? ഇതാരുടെ? പുറം നാട്ടിൽ നിന്നൊക്കെ വലിയ വലിയ ആൾക്കാർ കല്യാണത്തിന് വരികയല്ലേ. ആഠ്യത്തുള്ള 2 പേര് ഇരിക്കട്ടെ. ഈ ദരിദ്രവാസികളാണ് അയ്യാവിടെ അച്ഛനും അമ്മയെന്നും പറഞ്ഞ് എങ്ങനെ കാണിക്കും? കണ്ടാൽ ഒരു തറവാടിത്തൊക്കെ വേണ്ടേ? അതുകൊണ്ട് അയ്യാ തന്നെ പ്രത്യേകം പറഞ്ഞു വരപ്പിച്ചതാ. നല്ല കാശം ചെലവാക്കി. ഈ അയ്യാവിടെ ഒരു ബുദ്ധി. നീ അത് 2 ഏതെങ്കിലും മൂലയ്ക്ക് കളഞ്ഞിട്ട് നീ ഇത് 2 എടുത്ത് അവിടെ തൂക്കും. വേണ്ട വേണ്ട, ഇതാണ് എന്റെ അച്ഛനമ്മയെന്ന് പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല. ദേവനായി അണ്ണം പറയുന്നത് എണ്ണം കൊണ്ടുപോയി അണ്ണന്റെ വീട്ടിൽ തൂക്കിക്കോ. അയ്യോ, അല്ലെങ്കിൽ നല്ലത് പറഞ്ഞാൽ നിന്റെ തലേ കേറില്ല. കാഞ്ചി, നീ ഇത് 2 വിശാലാക്ഷിയുടെ കൊടുത്തിട്ട് ഹാളിൽ തൂക്കാൻ പറ വീട്ടില്. എന്തൊരു ഭാരം. അത്തേ മീനാക്ഷി ചെന്നൈന്ന് എപ്പോ വരും? 4 മണിയുടെ ട്രെയിനിന്. ചിന്നസ്വാമി കാറും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എന്തിനാ ട്രെയിനിൽ വരാൻ പറഞ്ഞത്? ഇവിടുന്ന് ചെന്നൈക്ക് 2 മണിക്കൂറിലെ ഡ്രൈവ് ഉള്ളൂ. ഞാൻ പോയനല്ലോ. അതെ, ഞാൻ പറഞ്ഞതല്ല, അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ. മീനാക്ഷി പ്ലാറ്റ്ഫോമിൽ തേടി എല്ലാ இடத்துலயும் தேடி பார்த்தாச்சு. ഭഗവാനെ, എന്റെ കുഞ്ഞു പിന്നെ എവിടെ പോയി? ഫോണിൽ കൂപ്പിട്ട് பார்த்தா സെൽഫോൺ സ്വിച്ച് ഓഫ് பண்ணிருக்கு. കടവുളെ, മീനാക്ഷി സിൽക്സിന്റെ ഒരേ ഒരു അവകാശി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവും. വേണ്ട, ന്യായീകരണങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. തന്നിഷ്ടം കാണിക്കുന്നതിൽ അതിരുണ്ട്. മാമന് ശരവണ്ണൊക്കെ ഓരോ വഴിക്ക് അന്വേഷിച്ച് പോയിരിക്കാം. ഇത്രയ്ക്കങ്ങ് പേടിക്കാൻ ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. കുട്ടിയായിരുന്നെങ്കിൽ ഇത്രയും പേടിക്കണ്ടായിരുന്നു. നിശ്ചയം ഉറപ്പിക്കാൻ പോണ പെണ്ണ. എന്തെങ്കിലും ചീത്തപ്പേരുണ്ടായ സമാധാനം പറയേണ്ടത് ഞാനാ. നിശ്ചയോ? ആർക്ക്? നിനക്കല്ല നിശ്ചയം ഉറപ്പിക്കാൻ പിന്നെ വേറെ ആരാ ഇവിടെ ഉള്ളത്? എന്റെ ഇഷ്ടം ചോദിക്കാതെ ഇതൊക്കെ ഉറപ്പിക്കാൻ ആരാ പറഞ്ഞത്? ആരും പറയണ്ട. മക്കൾക്ക് കാലാകാലങ്ങൾ എന്തൊക്കെയാ ചെയ്യണമെന്ന് കാരണവന്മാരാ തീരുമാനിക്കുന്നത്. ചെറുപ്പത്തിൽ സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞപ്പോ നിന്റെ ഇഷ്ടത്തിൽ വിട്ടിരുന്നെങ്കിലേ ഇതുപോലെ ചെന്നൈയിലെ കോളേജിലൊക്കെ പോയി പഠിക്കാൻ പറ്റിയായിരുന്നോ? ദേ, അപ്പാവും ഇല്ലാത്തിന്റെ കഷ്ടപ്പാട് അറിയിക്കാതെ നിന്നെ ഇത്രയും ആക്കാമെങ്കിലേ
നിന്നെ ആർക്ക് നിശ്ചയം ഉറപ്പിക്കണമെന്നും കെട്ടിച്ചു കൊടുക്കണമെന്നും ഒക്കെ എനിക്കറിയാം. ഓ ശരി ശരി സമ്മതിച്ചു. എന്നിട്ട് ആരെ എന്റെ കഴുത്ത് കയറിടാൻ കരാർ ഉറപ്പിച്ചിരിക്കുന്നത്? അത് ഇന്നും ഇന്നലെ ഉറപ്പിച്ചല്ലാന്ന് അറിയാലോ നിനക്ക്. 10-15 ദിവസമായിട്ട് ആരും കാണിക്കാതെ വീരമണിക്കൊണ്ട് ഷോള് നെയ്ക്കി അവൻ. നീ വരുമ്പോ നിനക്ക് സമ്മാനമായിട്ട് തരാൻ അറിയോ? അവൻ എത്ര പെമ്പിളാർക്ക് ഷോൾ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ അമ്മാവുക്ക്? ദേ ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ അവൻ ഇവൻ എന്നൊക്കെ മര്യാദ അല്ലാതെ ഇനി നീ വിളിച്ച എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും നീ. അമ്മാവിടെ മുമ്പിൽ അവൻ നല്ല പിള്ള കളിക്കുക. നീ എന്ത് പറഞ്ഞാലും ശരി, ഇത് ഞാനും മാമനും പണ്ടേ തീരുമാനിച്ചതാ. ഇനി എന്റെ മോള് പഠിച്ചത് നാട് മുഴുവൻ തെണ്ടി നടന്നു മതി. അമ്മ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചാ വിളി കേൾക്കാൻ പിന്നെ ഞാൻ ഉണ്ടാവില്ല. എന്തിനാ ഇങ്ങനെ മൂടി പതിക്കുന്നത്? എന്നായാലും അത് ഞാൻ കാണേണ്ടത് തന്നെയല്ലേ. പുറത്തു പോ. കോപിക്കല്ലേ എന്റെ മോളെ. ഞാൻ ഈ ഷോൾ വരാൻ വേണ്ടി വന്ന നിനക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് നെയ്പ്പിച്ചതാ. ദേ നോക്ക്. പുറത്തു പോനാ പറഞ്ഞത്. ഇതിനൊക്കെ പകരം വീട്ടിൽ ഞാൻ എന്റെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. இந்த தோல் மசில்ஸ் எல்லாம் நல்லா உடைச்சு விடு. இந்த மீனாட்சி தேடி ஓடி ஓடி உடம்பெல்லாம் வீங்கி போச்சு. அம்மா நான் மீனு அக்காவு கிட்ட போகட்டுமா? உனக்கு படிக்கிறதுக்கு ஒண்ணுமே இல்லையாடி? எல்லாம் படிச்சாச்சு. ஃபர்ஸ்ட் கிளாஸ் கிடைக்கும். ஃபர்ஸ்ட் கிளாஸ் அப்படினா போப்பா. மீனாட்சி வந்தா உடனே போய் ஒட்டிக்குவா. சக்கரை பார்த்தா ஈ மாதிரி. அது அன்படி அன்பு. அம்மா எங்கடி? அப்பாவை என்ன தேய்ச்சிட்டு இருக்காங்க? അതെ എണ്ണയിട്ട് ഉരുട്ടിയത് മതി. വെള്ളം തിളച്ച് മറിയ വന്ന് കുളിക്കാൻ നോക്കാം. கேட்டீங்களா அத்தா? நான் எது செஞ்சாலும் அக்காக்கு பிடிக்காது. எனக்கு பிடிக்கும். அது போறாதா? அது போதும் அத்தா. மச்சான் யாரது? என்னடா மாரியப்பா, ஒரு வாரமா இந்த பக்கம் காணோம். மச்சான மறந்துட்டியா நீ? அப்படி சொல்லாதீங்க மச்சான். டிப்ளிகோஸ் இது கொஞ்சம் கூட சரியில்லை. கோல்டு என்னடா நான் இவருக்கு என்ன போடுறது உனக்கு பிடிக்கலையா? அது இல்லக்கா, மீனாட்சி சில்க்ஸோட எல்லா பப்ளிசிட்டியும் செய்யறது நம்ம முத்துப்பாண்டி தானே. ஊர்ல எத்தனையோ கல்யாணத்துக்கு அவ அலங்காரம் பண்ணிருக்கு. இப்ப மீனாட்சியோட கல்யாண அலங்காரத்துக்கு ஏதோ மலையாளத்தம்மாருக்கு ஆர்டர் கொடுத்த கேள்விப்பட்டேன். அதுவா எல்லாம் என் தங்கச்சி தேவநாயகியோட ஏற்பாடுதான். முத்துப்பாண்டி முகத்துல நாய் நீ எப்படி முழிக்க மச்சான்? முழிக்கிறதா வருது, கிழிக்கிறதா வருது. டேய் புலி பதுங்கிறது எதுக்கு? பாயறதுக்கு தான். நம்ம சரவண மீனாட்சி கழுத்துல தாலி கட்டட்டும். பின்ன நான் சொல்றதுக்கு அப்புறம் ஒரு கால் தேவநாயகி முன்னோட்டு வைக்க மாட்டேன். சின்ன வயசுல அண்ணா ரொம்ப பயந்தாவ ആൾക്ക്. അല്ല, നിങ്ങൾ കുളിക്കാതെ എണ്ണ ഒഴിഞ്ഞ് കിന്നാരം പറഞ്ഞോണ്ടിരുന്നാലേ വെള്ളത്തിന്റെ ചൂട് കാത്തു നിൽക്കില്ല. പിന്നെ ചൂട് പോയിന്ന് പറഞ്ഞ് എന്റെ മേക്കെട്ട് കയറരുത്. അല്ല, പുന്നാര മച്ചാൻ എത്തിയിട്ടുണ്ടല്ലോ. മച്ചാനെ പാത്തിട്ട് പോകലാന്ന് വന്നേ. അപ്പൊ ഇന്ന് തന്നെ അങ്ങ് പോകും. അല്ല, എന്താ നിന്റെ കയ്യില്? വിരല്. അതെനിക്ക് മനസ്സിലായി. അവന്റെ കയ്യിൽ എന്താന്നാ ചോദിച്ചത്? അത് വന്ന് വേണ്ട വേണ്ട, ഉരുളണ്ട. മച്ചാനെ കുടിപ്പിക്കാനുള്ള ഈ വരവും പോക്കും അധികം വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ஏன் தம்பி இங்க வருவான் போவான், அது கேக்குறதுக்கு இங்க யாருக்கும் அவகாசம் இல்ல. അവകാശത്തെ പറ്റി പറയാൻ നീ ആരടി ചക്കളത്തി? നീ ആരടി ചക്കളത്തി? വേണ്ട, അവകാശം പറഞ്ഞുള്ള വഴക്കൊന്നും ഇവിടെ വേണ്ട. രണ്ടും കണക്കാ. ഞാൻ പല പ്രാവശ്യവും കൂട്ട சொன்னேன் ബാറ്റിലോടെ ഇങ്ങ വരക്കൂടാതെന്ന്. എനിക്ക് നിന്റെ ബ്രാൻഡി ബിസ്ക്കൊന്നും വേണ്ട. പോടാ വിളിയെ. ഔട്ട് ഹൗസിൽ കൊണ്ടുപോയി മച്ചാ രാവുറാക്കി പോയാച്ച്. എവിടെ നിന്റെ ബ്രാൻഡി? ചൂടാറുന്നതിന് മുമ്പ് കുടിക്കട്ടെ. അല്ല, വെള്ളം ചൂടാറുന്നതിന് മുമ്പ് കുളിക്കട്ടെ എന്ന്. അമ്മ കമാഷി പോയി പയറുപൊടി എടുത്തിട്ട് വാ. എടുത്തോണ്ട് വരട്ടെ, ഞാൻ തേക്കും. നീ തേക്ക്, നീ തുടക്കി. വാ.